തൊപ്പിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സുഹൃത്തുക്കൾ. തൊപ്പി എന്നറിയപ്പെടുന്ന യൂട്യൂബർ മുഹമ്മദ് നിഹാദിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ സുഹൃത്തുക്കൾ രംഗത്ത്. നിഹാദിനൊപ്പമുള്ള MRS ഗ്യാങ്ങിൽ അംഗങ്ങളായിരുന്ന മമ്മു എന്ന മുഹമ്മദ് ഷമീറും സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സംഭവം വൈറലാവുകയാണ്. നിഹാദും താനും കുട്ടിക്കാലം മുതൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്നും ആ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്യാങ് സ്ട്രീമിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളായതെന്നും ഷമീർ പറഞ്ഞു. തുടക്കകാലത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് നിരവധി വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായതായി അദ്ദേഹം ആരോപിച്ചു. ക്യാമറയിൽ കാണാത്ത ഒരു രൂപവും സ്വഭാവവും അവനുണ്ട്. അത് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. അടിമകളെ പോലെയാണ് കാണുന്നത്. ലൈവ് തീർന്നു കഴിഞ്ഞാൽ പച്ചത്തെറിയാണ് വിളിക്കുക. മുഖത്ത് കാലുകൊണ്ട് ചവിട്ടും. ശാരീരികമായ ഉപദ്രവങ്ങളും തൊപ്പിയുടെ ഭാഗത്തുനിന്ന് നേരിട്ടതായും മുഹമ്മദും ഷമീറും പറഞ്ഞു. തങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ 2 മെസ്സാണ് ഉണ്ടായിരുന്നത്. തങ്ങൾക്ക് ചോറും രസവും ഒക്കെയായിരുന്നു. നിഹാദിന് ചിക്കൻ ഫ്രൈ അടക്കമുള്ളവയാണ് ഉണ്ടായിരുന്നത്. മമ്മുവിന്റെ വീട് ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു. 1 രൂപ പോലും നിഹാദ് സഹായിക്കാത്തതിനാൽ പഞ്ചായത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ഉപയോഗിച്ചാണ് വീട് നന്നാക്കിയത്. വീഡിയോ ചെയ്യാൻ അസൗകര്യം അറിയിച്ചപ്പോൾ മമ്മുവിനെ കട്ടിലിരുത്തി മുഖത്ത് ചവിട്ടിയെന്നും വീഡിയോയിൽ ആരോപിക്കുന്നുണ്ട്. എല്ലാം ഫേക്കാണ്. ആർക്കെങ്കിലും 2 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ്. അതിൽ നിന്നും 10 രൂപയുടെ നല്ലവൻ ഇമേജ് ഉണ്ടാകുമെങ്കിൽ മാത്രമേ അത് അവൻ കൊടുക്കൂ. തന്റെ സഹോദരിയുടെ വിവാഹത്തിന്റെ സമയത്ത് പൈസ ചോദിച്ചെങ്കിലും തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ എന്നാണ് പറഞ്ഞത്. തൊപ്പി പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത് റാംബോ ആണ്. അവന്റെ ആവശ്യത്തിന് മാത്രമാണ് പണം തരിക. അതിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ കാശ് ചോദിച്ചാൽ പോലും 30 രൂപയ്ക്ക് മുകളിൽ പോകരുത് എന്നാണ് പറയാറുള്ളതെന്നും മമ്മുവും ഷമീറും വീഡിയോയിൽ പറയുന്നു. 2.5 വർഷക്കാലം തൊപ്പിയുടെ കൂടെ ജോലി ചെയ്തിട്ട് 1 രൂപ പോലും ശമ്പളമായി നൽകിയിട്ടില്ല. കേട്ടാൽ ആർക്കും അറപ്പ് തോന്നുന്ന തരത്തിലുള്ള ജോലികൾ തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. തൊപ്പിയുടെയും റാംബോയുടെയും അടിവസ്ത്രങ്ങൾ വരെ അലക്കേണ്ടി വന്നു. ചെയ്തില്ലെങ്കിൽ മുഖത്ത് അടി വീഴും. അന്ന് പൈസയോ ചായയോ തരില്ല. ഗ്യാങ്ങിന്റെ പ്രവർത്തന രീതി, അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം, സാമ്പത്തികവും വ്യക്തിപരവുമായ ചില വിഷയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവച്ച വീഡിയോകളിലും പ്രതികരണങ്ങളുമാണ് ഇവർ വിശദീകരണം നൽകിയത്. അതേസമയം ഉയർന്നുവരുന്ന ആരോപണങ്ങളോട് മുഹമ്മദ് നിഹാദ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനിരിക്കെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് സമൂഹത്തിനിടയിലും സംഭവം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്.